ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ കോഴിക്കോടൻ സ്പെഷ്യൽ മട്ടൻ ദം ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസാല തയ്യാറാക്കുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മങ്ങി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വെന്ത് വഴറ്റി കിട്ടും. സവാള ഒന്ന് ചെറുതായി വഴഞ്ഞു തുടങ്ങുന്ന സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 6 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഞാൻ മസാലയിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നേ ഇല്ല. സവാളയൊക്കെ നന്നായി വഴഞ്ഞതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളിയും സവാളയൊക്കെ നല്ലതായിട്ട് വെന്ത് വരണം. 10 മിനിറ്റിന് ശേഷം സവാളയും തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. എല്ലാ പൊടികളുടെയും പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മട്ടൻ്റെ പീസിലെല്ലാം തയ്യാറാക്കിയ മസാല നന്നായി കോട്ട് ചെയ്തിരിക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 45 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. മസാല വേകുന്ന ടൈമിൽ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി ഊറ്റി വച്ചിരിക്കുന്ന അരി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അരിയിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായി മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രമേ അരി വേകുന്നതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ചേർക്കുന്നത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വരെയാണ് വേവിക്കേണ്ടത്. ബിരിയാണിക്ക് ആവശ്യമായ മസാല റെഡിയായിട്ടുണ്ട്.
ഈ മസാല നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബിരിയാണി ദം ചെയ്യാം. ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. മസാല തയ്യാറാക്കി അതേ പാത്രത്തിലേക്ക് ആദ്യത്തെ ലെയറായി കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല വിതറി കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും വിതറി കൊടുത്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ എല്ലാ ലെയറും സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നന്നായി ടൈറ്റായി അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. കോഴിക്കോടൻ സ്പെഷ്യൽ മട്ടൺ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you for watching.